ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമുണ്ട്, 3 ഇയർ ഡിഗ്രി പ്രോഗ്രാമും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ 3 ഇയറും 4 ഇയറും ഏതൊക്കെ ഡിഗ്രി പ്രോഗ്രാമാണ് കാറ്റഗറിയാണ് വരുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഡിഗ്രി പ്രോഗ്രാംസ് ഒക്കെ ഏതാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് എന്തായാലും കൺഫേം ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് 3 ഇയർ UG പ്രോഗ്രാം, 3 ഇയർ UG ഹോണേഴ്സ് പ്രോഗ്രാമോ അവൈലബിൾ ആണ്. 4 ഇയർ UG പ്രോഗ്രാമും നമുക്ക് അവൈലബിൾ ആണ്. ഹോണേഴ്സ് UG പ്രോഗ്രാമും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ കുറേ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ 4 ഇയർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ നമുക്ക് 3 ഇയറിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാം, റിലേറ്റ് ചെയ്യാൻ കുറേ സ്റ്റുഡൻസിന് സാധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ട് സിലബസും എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. പേപ്പേഴ്സൊക്കെ വളരെ സിമ്പിളായിട്ടാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 3 ഇയർ UG പ്രോഗ്രാമും 4 ഇയർ UG പ്രോഗ്രാമും നമുക്ക് നോക്കാം. നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ഡിഗ്രി ഹോൾഡർ ആവണം, അല്ലെങ്കിൽ ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി ഒക്കെ ചെയ്യണം, അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ഇയർ ഡിഗ്രി പ്രോഗ്രാം ചെയ്താൽ മതി. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ PhD അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഹയർ സ്റ്റഡീസിനൊക്കെ ഫോക്കസ് ചെയ്യുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അവർ എന്തായാലും 4 ഇയർ കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡിഗ്രി ഹോൾഡർ ആവണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ 3 ഇയറിൽ നിങ്ങൾക്ക് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിറ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്തിട്ട് 3 ഇയർ ഡിഗ്രി പ്രോഗ്രാമിന് കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ 3 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൽ ഞാൻ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞുതരാം ഏതൊക്കെ സബ്ജക്റ്റാണ് വരുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ കുറച്ച് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് BCA വരുന്നുണ്ട്, BA സൈക്കോളജി വരുന്നുണ്ട്, BA എക്കണോമിക്സ് വരുന്നുണ്ട്, BA അറബിക് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. കൂടുതൽ സബ്ജക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം, അതായത് നമുക്ക് ഹയർ സ്റ്റഡീസിന് ഫോക്കസ് ചെയ്യുന്നവർക്ക് 4 ഇയർ ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അവർക്കുള്ള ഡിഗ്രി പ്രോഗ്രാം എന്ന് പറയുന്നത് BBA, BCom, BA മലയാളം, BA സോഷ്യോളജി എല്ലാം നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ തന്നെ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 6 അണ്ടർ പ്രോഗ്രാംസ് ആണ്, അതായത് ഡിഗ്രി പ്രോഗ്രാംസ് ആണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് 4 ഇയറിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 4 വർഷത്തിൽ നിങ്ങൾക്ക് 6 പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് 3 ഇയറിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം 3 ഇയർ നമുക്ക് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 3 ഇയറിൽ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് 10 പ്രോഗ്രാംസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഡിഗ്രി പ്രോഗ്രാംസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റ് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യാം. അതായത് മറ്റുള്ളവർ പറഞ്ഞിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഏതാണോ ഫോക്കസ്ഡ് ആവുന്നത്, അതായത് നമുക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് പഠിച്ചിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ഏതാണോ അത് നിങ്ങൾ ചൂസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പിന്നെ സിമ്പിളായിട്ട് സിലബസും എക്സാമും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. കൂടാതെ മലയാളത്തിൽ നിങ്ങൾക്ക് എക്സാം കണ്ടക്ട് ചെയ്യാം, അതായത് എക്സാം എഴുതാം. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് BA മലയാളം, BA സോഷ്യോളജി ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ശ്രീ
ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.